ഹലോ സ്റ്റുഡൻസ്, നമ്മൾ എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ഫസ്റ്റ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് എൻ്റർപ്രണറിയൽ ഗ്രോത്ത്. എൻ്റർപ്രണേഴ്സ് എന്നുള്ള ആ ഒരു ക്വാളിറ്റി നമ്മളിൽ വർദ്ധിപ്പിക്കുന്ന ചില ഫാക്ടേഴ്സാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ഫാക്ടർ സൈക്കോളജിക്കൽ ഫാക്ടറാണ്. സൈക്കോളജിക്കൽ ഫാക്ടറിലെ ഫസ്റ്റ് പാർട്ടിലേക്ക് പോകുന്നത് നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്. നീഡ് ഫോർ അച്ചീവ്മെൻറ്റ് മീൻസ് ദ ഡ്രൈവ് ടു അച്ചീവ് എ ഗോൾ, ഒരു ലക്ഷ്യം നേടുക എന്നുള്ള ഉദ്ദേശം. പീപ്പിൾ ഹാവിങ് നീഡ് ഫോർ അച്ചീവ്മെൻറ്റ് വിൽ ബി സോ മച്ച് സെൽഫ് കോൺഫിഡൻറ്റ് ദാറ്റ് ദി ഡു നോട്ട് ബിലീവ് ഇൻ മെയർ ലക്ക്. അതായത് ഈ ഒരു ക്വാളിറ്റി ഉണ്ടാകുന്ന ഒരാൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടാകും. അതേപോലെ തന്നെ അവർ ലക്കിലൊന്നും വിശ്വസിക്കുന്ന ആളായിരിക്കില്ല. ഇഫ് ആൻ ഇൻഡിവിജ്വൽ ഹാസ് നീഡ് ഫോർ അച്ചീവ്മെൻറ്റ് ഹി വിൽ ബിക്കം എ സക്സസ്ഫുൾ എൻ്റർപ്രണർ. ഓട്ടോമാറ്റിക്കലി അയാൾ എന്ത് ചെയ്യും? നല്ലൊരു എൻ്റർപ്രണറായിട്ട് മാറും. അപ്പോൾ ലക്ഷ്യം നേടുക എന്നുള്ള ഉദ്ദേശമുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? നല്ല ഒരു എൻ്റർപ്രണറായിട്ട് മാറാം. സെക്കൻഡ്, പേഴ്സണൽ മോട്ടീവ്സ്. ദീസ് ഹാവ് ബീൻ ഫൗണ്ട് ടു ബി വൺ ഓഫ് ദ crucial factors responsible for entrepreneurship amongst individuals. Bill Gates dreamed that one day he would become the richest person. His dream became a reality later. അതായത് പേഴ്സണലായിട്ടുണ്ടാകുന്ന ചില ആഗ്രഹങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? വിജയത്തിലേക്ക് നയിക്കും. ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയുന്നത് ബിൽ ഗേറ്റ്സ് ആണ്. ബിൽ ഗേറ്റ്സ് ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു, നല്ല ഒരു പണക്കാരനായി, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പണക്കാരനായി മാറാനുള്ള ഒരു ഉദ്ദേശം. വലിയ ആളെന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പണക്കാരനായിട്ട് മാറിയിട്ടുണ്ട്. മൂന്നാമത്തത് റെക്കഗ്നീഷൻ. മെനി പീപ്പിൾ ബിക്കം സക്സസ്ഫുൾ എൻ്റർപ്രണേഴ്സ് ജസ്റ്റ് ഫോർ ഗെറ്റിംഗ് റെക്കഗ്നീഷൻ ഫ്രം അതേഴ്സ്. ആളുകളുടെ ഇടയിൽ ഒരു അറിയപ്പെടുക എന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കും ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാം? ഒരു നല്ലൊരു എൻ്റർപ്രണറായിട്ട് മാറാൻ പറ്റും. നെക്സ്റ്റ്, നീഡ് ഓഫ് അതോറിറ്റി. നീഡ് ഓഫ് അതോറിറ്റി വിൽ ഇൻസ്പയർ men to work. When they became entrepreneur, they can exercise authority of managers, employees, etc. അതോറിറ്റി അല്ലെങ്കിൽ അധികാരം ഉദ്ദേശിക്കുന്ന ആളുകൾ. അപ്പോൾ ഒരു മാനേജറായാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? അയാൾക്ക് എന്ത് ചെയ്യാം? അയാളുടെ അധികാരങ്ങളൊക്കെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഒരു എംപ്ലോയിൻ്റെ മുകളിൽ അധികാരം ഉപയോഗിക്കാം. അപ്പോൾ ആ രീതിയിൽ അധികാരം ഉദ്ദേശിക്കുന്ന ആളുകൾ അവർക്കും എന്ത് ചെയ്യാം? ഈ പറഞ്ഞ രീതിയിൽ നല്ലൊരു എൻ്റർപ്രണറായിട്ട് മാറാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിൽ ഒന്നാമത്തത് നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്, സെക്കൻഡ് പേഴ്സണൽ മോട്ടീവ്, തേർഡ് റെക്കഗ്നിഷൻ ആൻഡ് ഫോർത്ത് നീഡ് ഓഫ് അതോറിറ്റി. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് ഫാക്ടർ കൾച്ചറൽ ഫാക്ടർ. അതിലൊന്നാമത് കൾച്ചർ ഈസ് ക്ലോസ്ലി റിലേറ്റഡ് വിത്ത് അക്സെപ്റ്റഡ് വാല്യൂസ് ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ. അതായത് ആളുകളുടെ ചില വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ചില വാല്യൂസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഫോർ എക്സാമ്പിൾ, സം സൊസൈറ്റീസ് ഹാവ് കസ്റ്റംസ് ഓഫ് പോളിഗമി ആൻഡ് സം ഹാവ് നോട്ട്. അതായത് ചില ആളുകൾക്ക് ചില ഉദ്ദേശങ്ങളുണ്ടാവും, അതായത് ചില വിശ്വാസങ്ങളുണ്ടാവാം. ഇന്ന് ചില കാര്യങ്ങൾ മാത്രം ചെയ്യാന്നുള്ള ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പം അങ്ങനെ ഉണ്ടാവുന്നത് അയാളെ ചിലപ്പോൾ ഒരു എൻ്റർപ്രണറായിട്ട് മാറ്റാം. അയാളുടെ കൾച്ചറാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. Next, religious belief. According to Max Weber, entrepreneurship is a function of religious belief and the impact of religion shapes the entrepreneurial culture. He emphasized that the entrepreneurial energies are exogenous, supplied by means of religious belief. അതായത് മതപരമായ ചില വിശ്വാസങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ചില മതപരമായ വിശ്വാസങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ ഒരു എൻ്റർപ്രണറായിട്ട് മാറാം. ചില മതങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? എൻ്റർപ്രണേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഉണ്ടാവുക. കൾച്ചറിൽ തന്നെ നെക്സ്റ്റ് ഫാക്ടറിലേക്ക് പോവാണ് മൈനോറിറ്റി ഗ്രൂപ്പ്സ്. ഫസ്റ്റ് ഇവിടെ പറയുന്നത് ഹോസ്റ്റലേറ്റ്സ് എക്സ്പ്ലെയിൻഡ് that the supply of entrepreneurship is governed by cultural factors and culturally minority groups are the spark plugs of entrepreneurial growth, entrepreneurial and economic development. ഹൊസലൈറ്റ്സ് പറയുന്നത് വെച്ചാൽ എൻ്റർപ്രണർ ഗ്രോത്ത് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട ടീമാണ് മൈനോറിറ്റി ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. മൈനോറിറ്റി ഗ്രൂപ്പ്സ് ലൈക്ക് ദ ജൂസ് ആൻഡ് ഗ്രീക്സ് ഇൻ മെഡീവൽ യൂറോപ്പ്, ദ ലെബനീസ് ഇൻ വെസ്റ്റ് ആഫ്രിക്ക, ദ ഇന്ത്യൻസ് ഇൻ ഈസ്റ്റ് ആഫ്രിക്ക ഹാസ് ഇമ്പോർട്ടൻറ്റ് റോൾസ് ഇൻ പ്രൊമോട്ടിംഗ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ലോകത്തിൻ്റെ പല ഭാഗത്തും ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു മൈനോറിറ്റി ഗ്രൂപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? എൻ്റർപ്രണർ എന്നുള്ള ആ ടേമിന് ഡെവലപ്പ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്.
Next is spirit of capitalism. It guides the entrepreneurs to engage in activities that can bring more and more profits. അതായത് ക്യാപിറ്റലിസം എന്നുള്ള ഒരു ടേം ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, പ്രോഫിറ്റിലേക്ക് ആളുകളെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയാണ്. അതെന്ത് ചെയ്യാം, ഓൾറെഡി ആളുകളെ എൻ്റർപ്രണറായിട്ട് മാറ്റാം. ദ പ്രോഫിറ്റ് മോട്ടീവ് ക്യാരക്ടർ കപ്പിൾഡ് വിത്ത് ദ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് അക്വിസിഷൻ ഓഫ് മണി ഏർഗ്സ് ദ ഇൻഡിവിജ്വൽ ടു സ്റ്റാർട്ട് ന്യൂ വെഞ്ചേഴ്സ്. ലാഭം നേടുക എന്നുള്ള ഒരു ലക്ഷ്യം അത് മനുഷ്യനെ എന്തിട്ട് മാറ്റാം, എൻ്റർപ്രണറായിട്ട് മാറ്റാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പാർട്ട് സോഷ്യൽ ഫാക്ടറിലേക്കാണ്. സോഷ്യൽ ഫാക്ടറിൽ ഫസ്റ്റ് ലെജിറ്റിമസി ഓഫ് എൻ്റർപ്രണർഷിപ്പ്. System of norms and values within a social culture settings is responsible for the emergence of entrepreneurship. The degree of approval or disapproval granted to entrepreneurial behavior will influence its emergence and its characteristics if it does emerge. അതായത് ഒരു സൊസൈറ്റിയുടെ ചില ക്വാളിറ്റീസും ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യാം, എൻ്റർപ്രണർഷിപ്പായിട്ട് മാറ്റാം. ചില കാര്യങ്ങൾ അത് അവിടെ അനുകൂലമായിരിക്കാം, പ്രതികൂലമായിരിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എൻ്റർപ്രണറായിട്ട് മാറ്റാം. നെക്സ്റ്റ് സോഷ്യൽ മാർജിനാലിറ്റി. ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്സ് ഓൺ ദ പെരിമീറ്റേഴ്സ് ഓഫ് എ ഗിവൺ സോഷ്യൽ സിസ്റ്റം ഓ between two social systems provide the personnel to assume entrepreneurial roles. Social marginality is likely to promote entrepreneurship are largely determined by two factors, namely legitimacy of entrepreneurship and social mobility. അതായത് ഇവിടെ പറയുന്നത് ചില സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന ചില അവരുടേതായ പ്രത്യേകതരം റൂൾസും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആ ക്വാളിറ്റിയും എന്ത് ചെയ്യാം, നമ്മൾ എൻ്റർപ്രണറായിട്ട് മാറ്റാൻ പറ്റുന്നത് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ലെജിറ്റിമസിയും അതേപോലെ തന്നെ സോഷ്യൽ മൊബിലിറ്റിയും എന്ന രീതിയിലൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിവിടെ ജസ്റ്റ് പറഞ്ഞത് സൊസൈറ്റി നമ്മുടെ എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫാമിലി റോൾ മോഡൽസ് ആൻഡ് അസോസിയേഷൻ വിത്ത് സിമിലർ ടൈപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ്. അതായത് ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ സൊസൈറ്റി, നമ്മുടെ ഫാമിലിയും നമ്മുടെ ചില റോൾ മോഡൽസായിട്ട് നമ്മൾ വെക്കുന്ന ആളുകളും നമ്മുടെ ഗ്രൂപ്പ്സും നമ്മൾ ഡീൽ ചെയ്യുന്ന ഗ്രൂപ്പ്സ് നമ്മുടെ ഫ്രണ്ട്സൊക്കെ എന്ത് ചെയ്യാം, നമ്മളൊരു എൻ്റർപ്രണറായിട്ട് മാറ്റും. ഇവിടെ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഇഫ് എൻ ഇൻഡിവിജ്വൽ ഹാസ് എ സപ്പോർട്ടീവ് ഫാമിലി ഹി ഓർ ഷീ ഈസ് മോർ ലൈക്ലി ടു ബിക്കം ആൻ എൻ്റർപ്രണർ. നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലി ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ നല്ലൊരു എൻ്റർപ്രണറായിട്ട് മാറും. Similarly, if an individual has role models who have been successful in entrepreneurship, certainly he may be motivated to start venture. നമ്മുടെ റോൾ മോഡൽ ഒരു സക്സസ്ഫുൾ എൻ്റർപ്രണർ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളൊരു എൻ്റർപ്രണറായിട്ട് മാറും. ഇഫ് എ പേഴ്സൺ ഈസ് ഇൻ അസോസിയേഷൻ വിത്ത് എൻ്റർപ്രണേഴ്സ്, ദിസ് മേ ആഡ് ടു ഹിസ് ഓർ ഹെർ ഡിസൈർ ഓഫ് സെറ്റിംഗ് അപ്പ് എ ന്യൂ വെഞ്ചർ. അതായത് നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന ടീം എൻ്റർപ്രണേഴ്സ് ആണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്തായിട്ട് മാറും, നല്ലൊരു എൻ്റർപ്രണറായിട്ട് മാറും. ലയൺസ്, ടാറ്റ, ബിർല എക്സെട്ര അതർ ഇൻഡസ്ട്രീസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഫാമിലി ബേസ്ഡ് ഇൻഹെറിറ്റൻസ്. അതായത് ഈ പറഞ്ഞ കമ്പനീസൊക്കെ ഫാമിലി ബേസ്ഡ് കമ്പനീസാണ്. റോബർട്ട്സ് 1991 ഹാസ് ഡെവലപ്ഡ് ദ ഐഡിയ ഓഫ് ദ entrepreneurial heritage to describe the importance of the family background for the entrepreneurs. റോബർട്ട് 1991 ഈ പറഞ്ഞ രീതിയിൽ ഫാമിലി ബേസ്ഡ് എൻ്റർപ്രണേഴ്സ് എന്നുള്ള ടേമിന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ദിസ് ഹെറിറ്റേജ് ഇൻക്ലൂഡ്സ് ഫാക്ടേഴ്സ് സച്ച് ആസ് എ ഫാദേഴ്സ് ഓക്യുപ്പേഷൻ, ദ ഫാമിലി വർക്ക് ethic and religion, family size and the first born son, growing up experience and so on. അതിൽ നമ്മൾ ഒരു ഫാമിലിൻ്റെ ഡീൽ ചെയ്യുന്ന ഫാദറിൻ്റെ ഒരു ഒക്യുപ്പേഷൻ, ഫാമിലി വർക്ക്, അവിടുത്തെ എത്തിക്സ്, റിലീജിയന്, ഫാമിലിയുടെ സൈസ്, ബോൺ ബേബീസ്, ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഇതിൽ അയാൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നാലാമത്തത് കാസ്റ്റ് സിസ്റ്റം. സർട്ടൺ റിലീജിയൻ ആൻഡ് കാസ്റ്റ് എൻകറേജ് ദ ഗ്രോത്ത് ഓഫ് എൻ്റർപ്രണറൽ ടാലൻസ്. ചില കാസ്റ്റും ഓട്ടോമാറ്റിക്കലി ഈ രീതിയിൽ എൻ്റർപ്രണേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. സം റിലീജിയൻ കമ്മ്യൂണിറ്റീസ് ലൈക്ക് ദ പാർസീസ്, മാർവാറീസ് ആൻഡ് സിന്ധീസ് സീം ടു ഹാവ് ആൻ affinity for entrepreneurial activity. അതായത് മാർവാഡീസ്, സിന്ധീസ്, പാർസീസ് പോലെയുള്ള
ആ വിഭാഗങ്ങളും ഈ എൻ്റർപ്രണേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ദ കാസ്റ്റ് ഇൻ ഹിന്ദു സൊസൈറ്റി ഹാസ് പ്രൊമോട്ടഡ് ടു ദ ഗ്രോത്ത് ഓഫ് ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ സ്കിൽസ്. ഹിന്ദു മതത്തിലുള്ള കാസ്റ്റ് സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ഈ പ്രൊഫഷണൽ സ്കിൽസ്, ബിസിനസ്സുമായി ബന്ധപ്പെട്ട പ്രൊഫഷണൽ സ്കില്ല് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ഓക്കുപ്പേഷൻ. Those born in rich families with silver spoons in their mouth have not only an advantage of having financial resources for carrying out business but also learn the business skill by continuous interaction and contacts with parents, customers, employees and visitors in family shops, officials and homes. അതായത് നല്ലൊരു കുടുംബത്തിൽ, അത് പണക്കാരായ കുടുംബത്തിൽ ജനിച്ച ആളുകളാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവർക്ക് ഫിനാൻസ് മാത്രമല്ല ഒരു എൻ്റർപ്രണറായിട്ട് മാറാൻ ഡെയിലി ഒരു കാരണമാകുന്നത് അവരുടെ സറൗണ്ടിങ്സും അവരുടെ പാരൻസ്, കസ്റ്റമേഴ്സ്, എംപ്ലോയീസും ഒക്കെ അവരെന്ത് ചെയ്തിട്ട് മാറ്റും, ഒരു നല്ല എൻ്റർപ്രണറായിട്ട് മാറ്റും. നെക്സ്റ്റ് എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ. അതും ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും, ഒരു നല്ലൊരു എൻ്റർപ്രണറായിട്ട് മാറ്റും. അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങളും നമ്മുടെ അതൊക്കെ നമ്മൾ ആ ക്വാളിറ്റിയെ നമ്മൾ എന്തിലേക്ക് മാറ്റും, എൻ്റർപ്രണറായിട്ട് മാറ്റും. നെക്സ്റ്റ് സോഷ്യൽ സ്റ്റാറ്റസ്. എവറി ഹ്യൂമൻ ബീങ് aspires for high social status and once the achievement of a reasonable level, his aspirations and desire to it starts getting multiplied. People work hard to maintain their status into the contribute into the entrepreneurial growth. അതായത് ഹൈ സ്റ്റാറ്റസ് കിട്ടാന്നുള്ള ഉദ്ദേശം, അതായത് സൊസൈറ്റിയിൽ നല്ല സ്റ്റാറ്റസ് കിട്ടാന്നുള്ള ഉദ്ദേശമുള്ള ഒരാളാണെങ്കിലും അയാൾക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഒരു എൻ്റർപ്രണറായിട്ട് അയാളെ മാറ്റും. Social responsibilities. Obligation of the society in which the business enterprise operates and entrepreneurs generates employment for other besides helping himself. അതായത് മറ്റുള്ളവരെ സഹായിക്കാന്നുള്ള ഉദ്ദേശം വെക്കുന്ന ഒരു ആളാണെങ്കിലും അയാൾക്ക് എന്ത് ചെയ്യും, ആ ഒരു ഘടകം അയാളുടെ ഉള്ളിലുണ്ടെങ്കിൽ അയാളും ഒരു എൻ്റർപ്രണറായിട്ട് മാറാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തത് നമ്മൾ cultural factors, personal factor, and then social factors which are affecting entrepreneurial growth.